ഒസി മുഹമ്മദ് കോയ ഹാജി ഹരിതരാഷ്ട്രീയത്തിന് ജീവിതം സമർപ്പിച്ച തേജസ്വി. ആൾക്കൂട്ടങ്ങൾക്കിടയിലായിരുന്നു ഒസി എപ്പോഴും. എന്നാൽ ഏകാന്ത പഥികനുമായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങളുടെ മർമ്മങ്ങൾ അഴിക്കുമ്പോഴും ഏകാഗ്രശാലിയായിരുന്നു. വാക്കുകളിൽ ഒരിക്കൽ പോലും തീപ്പൊരി ചിതറാതെ തേന്മഴയായി പെയ്തൊഴിഞ്ഞ ഒരു നേരിൻ്റെ മാലാഖ. ജാതിമത ഭേദമന്യേ മൈത്രിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഇതൾ വിരിയിച്ച ഒരു സുഹൃത സൗഭകം നാടിൻ്റെ കരൾ തുടിപ്പായി, ഹരിതരാഷ്ട്രീയത്തിൻ്റെ പൊരുളായി, സുസ്മേരവതനായി അദ്ദേഹം എങ്ങോ നടന്നകന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരോടൊപ്പം അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ രാഷ്ട്രീയത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. പൊതുപ്രവർത്തനം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും കാക്ഷിക്കാതിരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു മഹാൻ. വൈകി ഉറങ്ങുകയും എന്നാൽ വളരെ നേരത്തെ എഴുന്നേൽക്കുകയും ബാക്കി സമയം അത്രയും നാട്ടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കർമ്മസരണിയായിരുന്നു നമ്മുടെ നാട്. ചിലർക്ക് പരോപകാര മനോഭാവം സർവശക്തൻ വരദാനമായി നൽകുകയാണ്. അതും പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെയ്തു തീർക്കുമ്പോൾ അതൊരു ഇബാദത്തായി മാറുകയാണ്. ഇത് കൃത്യമായി ഓസിയുടെ ജീവിതപാതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ അവരുടെ മുഖം വായിച്ചെടുക്കാൻ പിന്നെ പ്രയാസമുണ്ടാവും. എന്നാൽ ഏതൊരു കാര്യവും ഒരു പുഞ്ചിരിയോടുകൂടി അവതരിപ്പിക്കുന്ന രൂപഭാവങ്ങളും തൂവള്ള വസ്ത്രധാരണ രീതിയും ഡയറിയിൽ എല്ലാം കൃത്യമായി കുറിച്ചിടുന്ന ആ ഒരു സ്വഭാവവും ആ ഒരു ശൈലിയും ഓസി തൻ്റെ ജീവിതചര്യയാക്കി മാറ്റി. കോഴിക്കോട് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ എത്രയോ ദിനരാത്രങ്ങൾ അദ്ദേഹം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. മിക്കവാറും ബസ്സിൽ തന്നെയായിരുന്നു യാത്ര. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സദാ സമയവും ചെലവഴിച്ച ആ ഒരു മഹാൻ ഒരുപാട് യോഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് മിക്കവാറും യോഗം കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും വീട്ടിൽ കിടന്ന് പിറ്റേന്ന് രാവിലെ പോരുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഇന്ന കാലത്തിന് വലിയ മാറ്റം വന്നു. ഓരോ യോഗത്തിലും ആയിരക്കണക്കിന് രൂപ ചെലവാക്കി വില കൂടിയ കാറുകൾ വാടകയ്ക്കെടുത്ത് അങ്ങനെ പോകാനും വരാനും അതിന് സൗകര്യം ചെയ്തു. ഇത് കൃത്യമായി ഓസിയുടെ ജീവിതപാതയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പോയ കാലത്തിൻ്റെ നന്മകൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ അങ്ങനെ മാറ്റം വരുത്തുന്നതിൻ്റെ മരിക്കാത്ത ഒരു സാക്ഷ്യപത്രമായ ഓസിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ നാട്ടിലുടനീളം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി പോയി അവിടെ യോഗങ്ങൾ കഴിഞ്ഞ് താമസിച്ചതിൻ്റെയും സാക്ഷ്യങ്ങൾ നമുക്ക് പാഠമാവുകയാണ്. ഓസി രാഷ്ട്രീയ ബന്ധത്തെക്കാളേറെ ഒരു വ്യക്തിബന്ധം കൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. കേരളത്തിൽ ലക്ഷക്കണക്കിന് അറബി അധ്യാപകർക്ക് അഭിമാനാർഹമായ നിലനിൽപ്പുണ്ടാക്കിയത് മുസ്ലിം അതിൻ്റെ നേതാവ് CH ആണെന്ന് പറയാം. അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും നന്ദിപൂർവ്വം തിരിച്ചറിഞ്ഞ ആളുകൾ എത്രയുണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാലം കഴിയുന്തോറും നന്മയുടെ നല്ല ഓർമ്മകൾക്ക് തേയ്മാനം വന്നു തുടങ്ങിയാണ്. ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു നല്ല കലയാണ്. ആശയ പ്രചാരണ മേഖലയിലെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് ഈ പ്രസംഗം. ഓസി ഒരു പുകൾപെറ്റ പ്രാസംഗികനായിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ കൃത്യമായി അടുക്കി വെച്ച് മുഷിപ്പില്ലാതെ അത് ശ്രോതാക്കളിലെത്തിക്കാൻ ഓസിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീനും ദുനിയാവും ഒരു വിശ്വാസി എങ്ങനെ സമന്വയിപ്പിക്കണം എന്നത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറയും. ഓസി പലപ്പോഴും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതികളിൽ അദ്ദേഹം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു പാഠമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ആളുകളെല്ലാം ഒഴിഞ്ഞ് കാര്യങ്ങൾ ഫലപ്രദമായി ആലോചിച്ച് അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഓസിയുടെ ചില സാമീപ്യങ്ങൾ നാം കാണാറുണ്ട്. എത്രയോ പൊതുകാര്യങ്ങളും സർവീസ് കാര്യങ്ങളും ഓസി ഒരു സാധാരണക്കാരനായിട്ട് പോലും എല്ലാ മേഖലകളിലും അദ്ദേഹം
പ്രവർത്തിച്ചിരുന്നു. കാലം തളർത്താത്ത ഓർമ്മകളായി ഓസി നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിച്ചിരിക്കുകയാണ്. സർവശക്തൻ നമ്മയും ഓസിയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോഴും വഴിയുള്ളൂ. അദ്ദേഹം വിട പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിറപുഞ്ചിരിയോടെ തൻ്റെ ആ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഓസി മുഹമ്മദ് കോയ ഹാജി ഒരു ലാളിത്യത്തിൻ്റെ ആൾരൂപമായി കുറിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ മുഖം മനസ്സിൽ നിന്ന് മായില്ല. നമുക്ക് MSF-ൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഓസി പിന്നീട് ഹരിതരാഷ്ട്രീയത്തിൽ നിന്ന് അകന്നിട്ടില്ല. ആത്മബന്ധമായിരുന്നു. മരണം വരെ കലർപ്പില്ലാതെ അത് തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാവുകയാണ്. അങ്ങനെ ഒരു ഗൗരവക്കാരനെന്ന് പലരും കരുതിയിരുന്നു. സെയ്ദ് ഉമർ ബാഫക്കി തങ്ങൾക്കൊപ്പം ഇരുന്ന് തമാശകൾ പറയുന്ന ഓസിയെ പലപ്പോഴും കൗതുകത്തോടെയായിരുന്നു നാം കാണുന്നത്. പിന്നീട് അത്തരം അവസരങ്ങൾ നന്നായി നാം ആസ്വദിച്ചു. ഒട്ടുമിക്ക നേതാക്കളുമായും അദ്ദേഹം അടുത്ത ബന്ധത്തിലായിരുന്നു. ഓസി ചന്ദ്രയിലായിരുന്നപ്പോൾ വാർത്തകളുമായി വരുന്ന അദ്ദേഹം ന്യൂസ് ഡെസ്കിലെ മിക്കവരുടെയും സ്വന്തക്കാരനായിരുന്നു. പിറ്റന്നത്തെ പത്രത്തിൽ വാർത്ത വരുമെന്ന് ഉറപ്പാക്കിയ ശേഷമേ അദ്ദേഹം പോകാറുള്ളൂ. ലീഗും ചന്ദ്രയും അദ്ദേഹത്തിന് എന്നും ആവേശമായിരുന്നു എന്ന് പറയും. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡൻ്റായ ശേഷവും അദ്ദേഹം ബാലുശ്ശേരി മണ്ഡലത്തിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഉപദേശ നിർദ്ദേശങ്ങളുമായി അദ്ദേഹം പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. നിലപാടുകൾ ഉറച്ചു നിൽക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേശം. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രീതി അതായിരുന്നുവെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ചില തീരുമാനങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനും തർക്കിച്ച് സ്വയം ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കാറുണ്ടെങ്കിലും ഒരു സ്ഥിര വിമർശകനാകാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ദീനീ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ തന്നെയായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. മിമ്പറിൽ കയറി ഖുതുബ നടത്തുമ്പോഴും പൊതുയോഗങ്ങൾ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വേറിട്ട രീതി നമുക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഓസിയുടെ കൂടെ എത്രയോ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ അവസരം സിദ്ധിച്ച ആളുകളാണ് നമ്മുടെ കൂടെയുള്ള പലരും. എതിർപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഓസിയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഓസിക്ക് ഒരു അപകടം പറ്റിയിരിക്കുന്നു, മിംസിലേക്ക് കൊണ്ടുവരുന്നു, MA റസാഖ് മാസ്റ്റർ വിളിച്ച് പറയുകയാണ്. അങ്ങനെ മിംസിലെത്തുമ്പോഴേക്കും അബോധാവസ്ഥയിൽ രക്തത്തിൽ കുതിർന്ന ഓസിയെ എമർജൻസി വാർഡിലേക്ക് സ്ട്രക്ചറിലേക്ക് മാറ്റി. ഡോക്ടർമാരുമായി സംസാരിച്ചെങ്കിലും എല്ലാം അവ്യക്തമായിരുന്നു. അവസാനം ഓസി യാത്രയായി. ദീനീ പ്രവർത്തകർക്കും നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് വസിക്കുന്ന സാധാരണക്കാർക്കും അദ്ദേഹം ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്താൻ നമുക്കങ്ങനെ കഴിയും. നാഥൻ അദ്ദേഹത്തിൻ്റെ പരലോകം സ്വർഗപൂങ്കാവനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. പൊതുപ്രവർത്തന രംഗത്ത് 5 പതിറ്റാണ്ട് പിന്നിട്ട ഓസി എന്ന ആ 2 അക്ഷരത്തിനുടമസ്ഥയായ ഓസി മുഹമ്മദ് കോയ ഹാജിയുടെ പ്രവർത്തനം ഏത് രാഷ്ട്രീയക്കാരന് മാതൃകയാക്കാവുന്ന ഒരു മികച്ച ജീവിത കാലഘട്ടമായിരുന്നു എന്ന് പറയും. സംഘടനാ പ്രവർത്തകൻ എന്നതിലപ്പുറം ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ സംരക്ഷകനായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ വിവാഹം, അസുഖം, കുടുംബ ബന്ധങ്ങളിലെ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ പരിഹാരം കാണുന്നതിൽ പ്രത്യേക ഒരു ചാതുര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മറ്റുള്ളവരെക്കാൾ. തലയിലൊരു തൊപ്പി ധരിച്ചും ഇരുചക്രവാഹനത്തിൽ ബാലുശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖത്തിനും ദുഃഖത്തിനും അദ്ദേഹം സദാസമയം പങ്കുചേരാൻ വേണ്ടി ഓടി നടന്നിരുന്നു. 1995-2000 കാലഘട്ടത്തിൽ ഓസി മുഹമ്മദ് കോയ ഹാജി, ഹസൻകുട്ടി ഹാജി, ടി ഗണേഷ് ബാബു, CP സദാനന്ദൻ എന്നിവർ ഈ 4 UDF മെമ്പർമാർ ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നല്ലോ. അന്ന് ജനകീയ ആസൂത്രണം തുടക്കം കുറിച്ച ഒരു ഗ്രാമസഭാ യോഗങ്ങൾ ആവിർഭവിച്ചൊരു സമയമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങൾ ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഘർഷഭരിതമായി തീരുമ്പോൾ ഓസി അതിന് അയവ് വരുത്താൻ എന്തെങ്കിലും ഒരു നർമ്മം നിറഞ്ഞ വാക്ക് പ്രയോഗിക്കുമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ സംസ്ഥാന നേതാക്കൾ വരെ സൗഹൃദ ബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല.
പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഓസിക്ക് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ സാഹചര്യം അനുസരിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേക ഒരു വാക്ചാതുര്യം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഓസിക്ക് ദേഷ്യം വരുന്നത് കാണാൻ ഒരിക്കലും ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. നമ്മുടെ ഉള്ളേരി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം അതൊരു പ്രത്യേകതയായിരുന്നു. അവസാന നിമിഷം വരെ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ കർമ്മനിരതമായിരുന്നു അദ്ദേഹം. പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഊർജം കിട്ടിയതുപോലെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ താഴെത്തട്ടുള്ള പാവപ്പെട്ടവർ മുതൽ കേന്ദ്രമന്ത്രി അഹമ്മദ് സാഹിബ് വരെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അവസാനമായി കാണാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓസി എന്ന രണ്ടക്ഷരം അതൊരു ഊഷ്മളമായ ഓർമ്മ തന്നെയാണ്. മനസ്സിൽ പുഞ്ചിരി തൂകുന്ന ഒരു വെളുത്ത തൊപ്പി ധരിച്ച മുഖം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, 4 അല്ല 5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ ഓസിയുടെ ഓർമ്മകൾ നമുക്ക് മേലെ ഇപ്പോഴും പ്രകാശം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കാദമിക യോഗങ്ങളിലെ ഉന്നതമായ ബന്ധുബലമോ കൈപിടിച്ചു വരുത്താൻ ഒരു തലതൊട്ടപ്പനോ ഇല്ലാത്ത സ്വന്തം കഴിവുകൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഉള്ളേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഉയർന്നു വന്നൊരു സമൂഹത്തെ മുഴുവൻ പിന്നിൽ നിർത്തിയ അവരായുസ് മുഴുവൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച അപൂർവങ്ങളായ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഓസി എന്ന് നാം പുതിയ തലമുറക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. ആ വിടവ് നികത്താൻ അനുയോജ്യനായ ഒരു പിൻഗാമി നമ്മുടെ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും അദ്ദേഹം അതിനേക്കാളേറെ മറ്റെന്തെല്ലോ ആയിരുന്നു എന്ന് ആലോചിച്ചു പോവുകയാണ്. ഇപ്പോൾ തീവ്രവാദവും വർഗീയതയും നമുക്ക് ചുറ്റും വിഷം ചീറ്റുന്ന ഈ സന്ദർഭത്തിൽ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതേപോലെ മാനവികതയുടെയും ശക്തി സ്രോതസ്സായി ഓസി മാറുമായിരുന്നു. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ടായാലും മനുഷ്യസ്നേഹികളെ ഒരുമിപ്പിക്കുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി പുതിയ തലമുറയെ ഒരേ മനസ്സോടെ ഓസി നയിച്ചിരുന്നു. ഗൗരവം നിറഞ്ഞ ചർച്ചകളിലും അതേപോലെ മധ്യസ്ഥങ്ങളിൽ ഗൗരവകരമായ അന്തരീക്ഷങ്ങളെ അദ്ദേഹം നർമ്മം പുരട്ടി വാക്കുകൾ കൊണ്ട് പിരിമുറുക്കം കുറക്കാൻ, ലഘൂകരിക്കാൻ, സൗഹൃദത്തിൻ്റെ പാതകൾ, സമന്വയത്തിൻ്റെ പുഷ്പങ്ങൾ സൃഷ്ടിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഓസിക്ക് കഴിയുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഏറ്റെടുത്ത പ്രശ്നങ്ങൾ ഏത് രൂപത്തിലായാലും അദ്ദേഹം അത് പരിഹരിച്ചിരിക്കും. അങ്ങനെയാണ് ഓസിയുടെ ജീവിതം. പാർട്ടി പ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് നേടാനായി എന്നാണ് പലരും ചിന്തിക്കുന്നത്. എൻ്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചിന്തിക്കുന്നത് വളരെ വിരളമായിരിക്കും. ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ഇവിടെയാണ് ഓസി മുഹമ്മദ് കോയ ഹാജി സാഹിബിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ബാലുശ്ശേരിയിലെ സ്വാധീനമുള്ളൊരു നേതാവായിരുന്നു ഓസി. അദ്ദേഹം ബാലുശ്ശേരിയുടെ മുക്കിലും മൂലയിലും ഓടി നടന്നിരുന്ന ഒരു നേതാവായിരുന്നു. ഉള്ളേരിയിലെ വാർഡ് ശാഖാ തലത്തിൽ ഓസി ഉണ്ടായിരുന്നു. ഓരോ പ്രവർത്തകൻ്റെയും പ്രശ്നങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതാണ്. അപ്പോൾ വ്യക്തിപരമായതായാലും കുടുംബപരമായതായാലും ഏത് പ്രശ്നങ്ങളായാലും അദ്ദേഹം സ്വന്തം പ്രശ്നങ്ങളായി അദ്ദേഹം പരിഗണിച്ചിരുന്നു. ഓസി മുഹമ്മദ് കോയ ഹാജി സാഹിബിൻ്റെ നന്മകൾ വരും തലമുറയ്ക്ക് വേണ്ടി പങ്കുവെക്കാൻ നാം ഇവിടെ ഈ ഓർമ്മ പുതുക്കൽ ദിനം കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓസിയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾക്കൊപ്പം വിതുമ്പുന്ന മനസ്സുമായി നാം ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പരലോക സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കല്ലും മുള്ളും നിറഞ്ഞ ദുർഘട പാതകൾ താണ്ടി കനൽപാതകളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനം എന്ന് പറയും. കോക്കല്ലൂർ ഭാഗത്തൊരു വീട്ടിൽ വെച്ചുള്ള ഒരു മീറ്റിങ്ങിന് പോയി ചൂട്ടും കത്തിച്ച് തിരിച്ചു വരുമ്പോൾ പാതി വഴിയിൽ വെച്ച് ചൂട്ട് കെട്ടു. വീണ്ടും തിരിച്ചു ഇതേ വീട്ടിൽ തന്നെ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസമാണ് വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. മറ്റൊരിക്കൽ പനങ്ങാട് ഭാഗത്ത് യോഗത്തിന് പോയി രാത്രി വൈകിയാണ് തിരിക്കുന്നത്. കാറ്റും മഴയും ഇടിയും മിന്നലും കൂരിരുട്ടും. അങ്ങനെ അദ്ദേഹം ഒരടി മുന്നോട്ട് പോകാൻ കഴിയാതെ വിശന്ന് വരഞ്ഞ് കണ്ണിരട്ടടിക്കുന്ന അനുഭവം അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്.
അവരെ കുന്നിൻ മുകളിൽ കണ്ട നുറുങ്ങ് വെട്ടം ലക്ഷ്യമാക്കി അവിടെ എത്തി. ആ ഓല ഷെഡിൻ്റെ കോലായിൽ കിടന്നുറങ്ങുന്ന വീട്ടുടമ ആ ശബ്ദം കേട്ട് ചോദിക്കുകയാണ്, ആരാ? ഞാൻ ഓസിയ. എന്താ ഈ സമയത്ത്? ഓസി അനുഭവങ്ങൾ വിവരിച്ചു. എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഓ, പക്ഷെ ആ മറുപടിയിൽ വിശ്വാസം തോന്നാത്ത വീട്ടുകാർ ഈ പറഞ്ഞ നേരം കൊണ്ട് പാറലരിയിട്ട് കാച്ചിയ കഞ്ഞി മുന്നിലെത്തിച്ചു കൊടുത്തു. അന്ന് അവിടെ നിന്നും ഇരുട്ട് മാറ്റി പ്രഭാതത്തിലാണ് വീഴണത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഓർമ്മകൾ, അവ ഡേറ്റിടാതെ കിടക്കുന്ന ഇത്രയും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യങ്ങളായി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ കാണാം. കക്കഞ്ചേരിയിൽ അവസാനം പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിൽ 1 മണിക്കൂറോളം നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ധ്വനി പ്രവർത്തകരിൽ ശേഷിപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ചികഞ്ഞെടുത്ത മുൻകാല പ്രവർത്തനങ്ങൾ, ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വഹിച്ച ത്യാഗങ്ങൾ, അവയൊക്കെയും അദ്ദേഹം വന്ന ആ സമ്മേളനത്തിൽ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇതൊരവസാന വാക്കായിരുന്നു എന്ന് കരുതിയില്ല. മരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിച്ച് പിരിഞ്ഞ, അതിൽ പിന്നെ ഒന്നിക്കാനായത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത്